ഹലോ, ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നമുക്കിന്ന് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. സ്ഥലത്തൊന്നും പറയുന്നില്ല, തമിഴ്നാട്. ഓക്കെ, നമ്മൾ ഇന്ന് തമിഴ്നാട് വരെ പോവാണ്. ഇപ്പം ചായയൊക്കെ കുടിച്ചു. ഇനി പോയി പുറപ്പെടട്ടെ. രാവിലെ തന്നെയാണ് ട്രെയിന്. സോ യാ, പുറപ്പെടാം. അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇത്തവണ നമ്മൾ പോകുന്നത് അമ്മയുടെ ഫാമിലി ആയിട്ടാട്ടോ. അവിടെ ഒരു റിലേറ്റീവിൻ്റെ റിസപ്ഷൻ ഉണ്ട്, പിന്നെ ഒരു എക്സ്ട്രാ ഡേ അവിടെ ഉണ്ട്. ദിസ് ഇസ് എന്താ പേര് പറഞ്ഞു കൊടുക്കും? എൻ്റെ പേര് പറ. ദീപക്. നമുക്ക് 2 ദിവസം ഇവനെ കാണാനേ. 2 ദിവസത്തെ വ്ളോഗിലാണ് തോന്നി. അച്ചാച്ചനും അമ്മാമിക്കും ട്രെയിനിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. സോ നമ്മൾ ട്രെയിനാണ് ചൂസ് ചെയ്തത്. ചാച്ചൻ, അമ്മമ്മ, ആൻറ്റി, മോനൂസ്, അച്ഛൻ, അമ്മ, ഞങ്ങൾ 7 ആളായിരുന്നു പോകാനുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിന് വെയിറ്റ് ചെയ്തു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ഇവന് ഭയങ്കര നാളായിരുന്നു കേട്ടോ സ്റ്റാർട്ടിങ്ങിലൊക്കെ. വ്ളോഗിൻ്റെ ലാസ്റ്റ് തൊട്ട് പിന്നെ ഞാൻ വെറുതെ വീഡിയോ എടുക്കുകയാണെന്ന് കണ്ടാലും സ്ക്രീനിലേക്ക് വരാൻ നോക്കും. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് നല്ല എനർജറ്റിക് ആയിട്ടായിരുന്നു അങ്ങോട്ട് പോയതൊക്കെ. നമുക്ക് രാത്രി വരെ സമയം ഉണ്ടായിരുന്നു. രാത്രിയായിരുന്നു നമുക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ. അങ്ങനെ ലഞ്ച് ടൈമായി. ഞാനും മൂന്നുസും കൂടെ ഒരു ഇലയിലായിരുന്നു കഴിച്ചത്. പൊതിച്ചോറായിരുന്നു കേട്ടോ ഞങ്ങൾ കൊണ്ടുപോയത്. ഉപ്പേരിയും അച്ചാറും ചമ്മന്തിയും ചിക്കൻ പൊരിച്ചതും മുട്ടയും കയപ്പൊക്കെ കൊണ്ടാട്ടോ അതൊക്കെ കൂട്ടി അന്ന് നല്ല രീതിക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ സിനിമ കാണാൻ ബാംഗ്ലൂർ ഡേയ്സ് എടുത്ത് വെച്ച് കുത്തിരിക്കുകയായിരുന്നു. അന്നേരമാണ് ഈ ഒരു സാധനം വരുന്നത്. അപ്പോൾ അത് വേണോ ചോദിച്ചു. ഓഫ് കോഴ്സ് ഞങ്ങൾ ആരും വേണ്ടെന്ന് പറഞ്ഞില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം നല്ല എരിവുണ്ടായിരുന്നു. അതും കഴിച്ച് സിനിമയും കണ്ട് കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ ഒരു വൈകുന്നേരം എണീച്ചു ഞങ്ങൾ സീറ്റിൽ പോയിരുന്നു. അന്നേരം ഇങ്ങനെ ഓരോ കീ ചെയിൻസൊക്കെ കൊണ്ടുവന്നു. എനിക്ക് ഈ ഒരു കീ ചെയിൻ ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു കളറൊന്നുമല്ല, ബട്ട് ഇങ്ങനെ എക്സ്പ്രഷൻ മാറുന്നത്. കളറിൽ എനിക്ക് ഇഷ്ടമായ ഈ യെല്ലോ കൊണ്ടാണ്. നല്ല രസമുണ്ടായിരുന്നു. ഇതിൻ്റെ എക്സ്പ്രഷൻസൊക്കെ നല്ല ക്യൂട്ടായിരുന്നു. കുറച്ച് നേരം ആ കീ ചെയിൻസൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു. പിന്നെ അവരങ്ങ് കൊണ്ടുപോയി. പിന്നെ പുറത്തെ കാഴ്ചകൾ നോക്കിയിരുന്നു. ഇങ്ങനെ പോകുന്ന സമയത്തുണ്ടായിരുന്നല്ലോ എൻ്റെ മൈൻഡ് മൊത്തം ഈ കുഞ്ഞു കുഞ്ഞു ട്രീസ് ഉണ്ടല്ലോ അതിൻ്റെ വില തന്നെയായിരുന്നു. എന്ത് രസമാണെന്നറിയോ, എനിക്ക് എൻ്റെ ഭാവി ഡ്രീം ഹൗസിൽ വേണമെന്നുണ്ട്. പിന്നെ ഇതാ അച്ചാച്ചനും അമ്മാവയും ഇവരാണെങ്കിൽ അന്നെന്താ ഫുള്ളിങ്ങനെ ഇരുത്തം തന്നെയായിരുന്നു. ഒട്ടും കിടന്നിട്ടൊന്നുമില്ല. പുറത്തെ കാഴ്ചകൾ ഇങ്ങനെ നോക്കി തന്നെ ഇരിക്കുകയായിരുന്നു. ഫുൾ എൻജോയ് ചെയ്തിട്ട്. പിന്നെ ഈ ഒരു സ്കൈ കണ്ടോ, നല്ല രസമില്ലേ. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷൻ എത്താനായി. സോ എല്ലാവരെയും പ്രിപ്പയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ചെരുപ്പൊക്കെ ഇട്ട് ഇറങ്ങാൻ റെഡി ആയിരിക്കുകയാണ്. നമ്മളെത്തി. ഇപ്പം സമയം 11:53 നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. പക്ഷേ ഇനിയും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്താൻ. പിന്നെ ഞാൻ ഇവനുള്ളതുകൊണ്ട് ഇവനോട് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുകയായിരുന്നു. ഇതാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയ സ്റ്റേഷൻ്റെ പേര്. രാത്രിയൊന്നും ആയതുകൊണ്ട് അധികം ആരും ഇല്ലായിരുന്നു. ഭയങ്കര ശാന്തമായ അന്തരീക്ഷമായിരുന്നു. പിന്നെ നേരെ റൂമിൽ പോയി കിടന്നുറങ്ങിയിട്ടുണ്ട്. ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ റൂമിലെ ബാൽക്കണിയിൽ നിന്ന് പുറത്തോട്ട് നോക്കിയാലുള്ള വ്യൂ. നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര ശാന്തിയും സമാധാനവുമായ അന്തരീക്ഷം. രാവിലെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ഈവനിങ് ആയിരുന്നു റിസപ്ഷൻ. സോ നമ്മൾ കാഷ്വൽ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ട് അങ്ങോട്ട് പോയതായിരുന്നു. അവിടെ ചെന്നിട്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത്. അങ്ങനെ അതൊക്കെ ഇരുന്ന് കഴിച്ചു. പിന്നെ ഞാൻ ഫോണിങ്ങനെ മൂന്നസിന് കൊടുത്തതായിരുന്നു. അവൻ്റെ പണിയാണ് ഇത് ഇങ്ങനെ ഒരു ക്ലിപ്സൊക്കെ എടുത്തത്. ആൻഡ് എനിക്കിതൊന്നും ഡിലീറ്റ് ആക്കാനൊന്നും തോന്നില്ല. എനിക്കിതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്നും തോന്നി. ഇത് മാത്രമല്ലായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. അവിടെ അല്ലാതെ ഇഡ്ഡലി, സാമ്പാർ, വട ഒക്കെ ഉണ്ടായിരുന്നു. പൂരി, പൊറാട്ട ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയി 2 വടയൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ പുറത്ത് പോയി. അതിൻ്റെ അടുത്ത് തന്നെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു. എന്തായാലും ഈവനിങ് ആണ് ഫങ്ഷൻസ് വരുന്നത്. സോ നല്ലോണം സമയമുണ്ട്. സോ ഞങ്ങൾ അവിടെ പോയി. മ്യൂസിയത്തിൽ കുറേ മൈനിങ്സും കോളും ഗ്രാഫൈറ്റും അങ്ങനത്തെ കുറേ സാധനത്തിൻ്റെ ആയിരുന്നു. പിന്നെ മൈനിങ്ങിന് ഉപയോഗിക്കുന്ന കുറേ മെഷീൻസും കാര്യങ്ങളും പിന്നെ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് സോയിൽസും അങ്ങനത്തെ ഓരോന്നൊക്കെയായിരുന്നു അവിടെ കാണിച്ചത്. ഇതൊക്കെ പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ നേരിട്ട് കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു കേട്ടോ അവിടുത്തെ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ആയിരുന്നു. അതെ, ഇവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ബസ്സും കാര്യങ്ങളൊക്കെ. സോ അതിൻ്റെ ഓരോ ഫീച്ചേഴ്സും ഇവന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാനാണേ ഓക്കെ ഈ ഒരു ഇതിലിരിക്കുകയാണ്. പിന്നെ നമ്മൾ നേരെ ഹോളിലേക്ക് വന്നു. പിന്നെ അവിടെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ വിഭവങ്ങൾ ഓരോന്നോരോന്നായിട്ട് പ്ലേറ്റിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ അവിടെ കുത്തിട്ട് ഫുഡ് കഴിക്കാനായിരുന്നു. ഞാനും മൂന്നുസും കൂടെ ആയിരുന്നു ഇരുന്നത്.
ഇതുവരെ എല്ലാം നോക്കിയായിരുന്നു. ഇതും കൂടെ ഇതൊക്കെ ഞാൻ നല്ലപോലെ ടേസ്റ്റൊക്കെ നോക്കി കുഴപ്പമില്ല ആ ഒരു രീതിയിൽ കഴിച്ചു. പിന്നെ ഞാൻ പുതിയൊരു സാധനം ഇത് കഴിക്കാൻ നോക്കി. ഇത് എനിക്ക് വായിൽ വെച്ചതേ ഓർമ്മയുള്ളൂ. വാവായിരുന്നു. എനിക്കാണെങ്കിൽ ഒട്ടും നെയ്യ് പറ്റില്ല. അതിൽ നെയ്യായിരുന്നു, ഞാൻ കളഞ്ഞു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഐസ്ക്രീം സെക്ഷൻ ഉണ്ടായിരുന്നു, അവിടെ ചെന്നു ഐസ്ക്രീം എടുത്തു. പിന്നെയൊക്കെ ഞാൻ ഇവനും ഇങ്ങനെ ഇതൊക്കെ കഴിച്ച് ഇങ്ങനെ കഥയും പറഞ്ഞ് അങ്ങനെയാണ് ഇരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇവനെ കൊണ്ട് കുറേ ഫോട്ടോ ഒക്കെ എടുപ്പിച്ച് നല്ല കുറേ ഫോട്ടോസൊക്കെ കിട്ടി. പിന്നെ അവിടെ പരിപാടീൻ്റെ സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും എല്ലാവരുടെ വീട്ടിലേക്കൊക്കെ തിരിച്ചു പോയി. പിന്നെ ഞങ്ങളും നേരെ പോയി. ആദ്യം അവരുടെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. ഇവിടെ നല്ല രസമാണ് സറൗണ്ടിങ്സ്, അധികം ആൾക്കാരൊന്നുമില്ല, ഒട്ടും ക്രൗഡഡ് അല്ല, ഫുള്ള് മരമൊക്കെ ആയിട്ട് നല്ല രസമാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യേണ്ട ഹോട്ടലിലേക്ക് വന്നു. പിന്നെ വേറെ ഒന്നുമില്ലായിരുന്നു പ്രത്യേകിച്ച് അന്നത്തെ ദിവസം. അന്ന് നേരെ പോയി ഒന്ന് കുളിച്ചു, ഡ്രസ്സൊക്കെ മാറ്റി കിടന്നു. ബാൽക്കണി ബട്ട് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. സോ അങ്ങനെ ഈ ഒരു ഡേയും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തിരിച്ച് റൂമിലെത്തി. ഇനി ഇതൊക്കെ അഴിച്ചു വെക്കണം, ഇനി പോയി ഒന്ന് കുളിക്കണം. അപ്പം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഒന്ന് കുളിച്ചിട്ട് വേറെ ഒന്നുമില്ല. ചിലപ്പോൾ ഞാൻ ഇവരോടെ ദീപക് ദേവൻ്റെ കൂടെ ആയിരിക്കും കിടക്കുക, ഇല്ലെങ്കിൽ ഡോണ്ട് മൈൻഡ് ദ മെസ്. ഓക്കെ, ഇല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മേൻ്റെ കൂടെ കിടക്കും. നോക്കട്ടെ. ബൈ ബൈ. ഡ്രസ്സൊക്കെ മാറ്റിയിരിക്കുകയാണ്. ഇനി നമുക്ക് പോവാം. ഇതാണ് നമ്മൾ ഇന്നലെ നിന്ന സ്റ്റേ. ഇവിടെയായിരുന്നു കേട്ടോ ഇന്നലെ നിന്നത്. രാവിലെ ആയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഫുള്ള് വെയിലൊക്കെ അടിച്ചിട്ട് നല്ല പച്ചപ്പൊക്കെ ഇട്ട്. പിന്നെ ഇന്നലെ രാത്രി മുതൽ ഭയങ്കര തലവേദനയും ഛർദിയായിരുന്നു. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു ഇന്ന്. അന്ന് തന്നെ നമ്മൾ ഡോക്ടറെ അടുത്തൊക്കെ പോയി കാണിക്കുകയൊക്കെ ചെയ്ത്. ഡോക്ടറൊന്നും കാണിക്കണ്ടെന്ന് പറഞ്ഞിരുന്നതായിരുന്നു ഞാൻ. അപ്പോൾ അങ്കിള് പറഞ്ഞു വാ പോവാന്നും പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോയി കാണിച്ചായിരുന്നു. എന്തായാലും കാണിച്ചു നന്നായി. പിന്നെ അങ്കിൾ അവിടെയുള്ള കോളിൻ്റെ ഫീൽഡ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. അവിടെ അടുത്തുള്ള നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന എല്ലാ സ്ഥലവും ഏകദേശം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന്. ആൻഡ് അന്നാണെങ്കിൽ എനിക്ക് ശരിക്കും ഒട്ടും വയ്യായിരുന്നു, തല ചുറ്റലായിരുന്നു സത്യം പറഞ്ഞാൽ. സോ എനിക്ക് പ്രോപ്പറായിട്ടൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ബട്ട് സ്റ്റിൽ അടങ്ങിയിരുന്നോ? ഇല്ല, ഞാനും വണ്ടി കയറി കുത്തിരുന്നു. എന്നിട്ട് ഇപ്പോൾ സ്ഥലങ്ങളിലൊക്കെ ചെന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതായിരുന്നു നമ്മൾ അന്ന് മ്യൂസിയത്തിൽ കണ്ടില്ലേ, അതിൻ്റെയൊക്കെ റിയൽ ലൈഫിലെ മെഷീൻസ്. പിന്നെ ഒരു ഈവനിങ് ആയ സമയത്ത് ഞങ്ങളെല്ലാവരും കൂടെ പാർക്കിലേക്ക് വന്നു. ബിന്ദു ആൻറ്റി, അങ്കിള്, അവരുടെ പേരുടെ അമ്മമാർ, ഒരു മോള്, ഞങ്ങളെല്ലാവരും കൂടെ പാർക്കിൽ വന്നു. പിന്നെ അവിടെ എല്ലാവരും കൂടെ ഇരുന്ന് കുറേ ഫോട്ടോ എടുപ്പായി. പിന്നെ ഇവർ അച്ഛനും അങ്കിളും മൂന്നൂസും കൂടെ ഗെയിം കളിക്കായി. എനിക്കും കളിക്കണം എന്നുണ്ടായിരുന്നു, ബട്ട് തല അരങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ ഏതോ ഒരു പാർക്കിലെത്തിയിട്ടുണ്ട്. ഇവിടെ അരലെല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ അറിയാത്ത എനിക്ക് വേണ്ടി പിന്നെ അവനായി വ്ളോഗിങ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അവിടെ ഇങ്ങനെ ഇരുന്നു, അതിന് ചുറ്റും ഇങ്ങനെ നടന്ന് ഫോട്ടോ ഒക്കെ എടുപ്പായി. ഇപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് മൂന്നൂസ് ഒരു സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ട്. എനിക്കത് കേട്ടിട്ട് ഡിലീറ്റ് ആക്കാൻ തോന്നിയില്ല. കൊല്ലങ്ങൾ കഴിഞ്ഞാൽ ഇതിലിങ്ങനെ കിടക്കുന്ന നേരം രസമല്ലേ ഇതൊക്കെ. പിന്നെ ഞാനാണെങ്കിൽ എവിടെ സീറ്റ് ഉണ്ടെന്ന് അന്വേഷിച്ച് കിടക്കുക. ഇവരൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കുക. സാധാരണ ഫോട്ടോ എടുക്കാൻ ഏറ്റവും മുമ്പിൽ ഓടിച്ചാടി ഇറക്കുന്നത് ഞാനായിരിക്കും. എന്നാലും ഞാൻ എടുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അന്ന് ഞാൻ നല്ലൊരു സൈഡ് ലെവലാണ്. എനിക്കിതിലൊക്കെ കയറി കളിക്കണം എന്നുണ്ടായിരുന്നു, ബട്ട് തല അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനിങ്ങനെ ഓരോ സൈഡിൽ സീറ്റ് കിട്ടുന്ന നേരം പോയിരിക്കും. പിന്നെ ഇവന് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കുന്നൊക്കെ അതൊക്കെ വീഡിയോ പിടിച്ച് ഇങ്ങനെ നടക്കുന്നത്. ഇന്ന് തന്നെയാണ് നമുക്ക് പോവുകയും ചെയ്യേണ്ടത്. ഇന്ന് പക്ഷേ 2 മണിക്കാണ് ട്രെയിൻ ഉള്ളത്. സോ നമുക്ക് സമയം ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. 2 അല്ല കേട്ടോ, 2:30 ട്രെയിന്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഇതിൻ്റെ അടുത്ത് ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിലേക്ക് കയറി. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ കടയും നമ്മൾ ഇങ്ങനെ നോക്കി ഇങ്ങനെ നടക്കുകയായിരുന്നു. ഞാൻ അഥവാ വീണാൽ എന്നെ നോക്കുമെന്നും പറഞ്ഞിട്ട് എൻ്റെ കൂടെ തന്നെയായിരുന്നു മൂന്നൂസ് അന്നേരം ഫുൾ ടൈം. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കണമെന്ന്. വേണ്ട എന്താ വെച്ചാൽ പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബട്ട് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. റെയിൽവേ സ്റ്റേഷനെത്തി തിരിച്ചു പോവാണ്. ഒരു പട്ടിക്കുട്ടിയെല്ലാം അവിടെ നിന്ന് ഇറങ്ങുന്നതൊന്നും എടുത്തില്ല. ഇന്ന് എനിക്ക് ഒട്ടും സുഖമില്ലായിരുന്നു, അതുകൊണ്ട് അധികം ക്ലിപ്പുകൾ എന്നാലും എടുത്തേക്ക് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടെന്നുള്ള എടുത്തേക്ക്. ഇപ്പം സമയം 12 മണിയാണ്. ഞങ്ങൾക്ക് 2:30ക്കാണ് ട്രെയിൻ. ഇവിടെ കുത്തിരിക്കാം. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. ഇനി പ്രത്യേകിച്ച് ഒരു പണിയില്ല, നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. സോ പോകുന്നതൊന്നും ഞാൻ എടുക്കുന്നില്ല.
ഇവിടെ വെച്ച് നമ്മൾ നമ്മുടെ വ്ളോഗ് എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ശരി, ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.